പുതിയ സ്മാർട്ട് ഫോൺ മേടിക്കാൻ മുമ്പ് ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സെഗ്മെന്റ് ആണ് 20,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ വരുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോൺ. കറന്റ് ഈ പ്രൈസ് സെഗ്മെന്റ് മേടിക്കാൻ വരുന്ന കുറച്ച് ഓപ്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. റിയൽമി P3 Pro, Oppo K13, Moto G96, Vivo T4 ഉള്ളതിൽ തമ്മിൽ കുറച്ചെങ്കിലും ഭേദം അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി എന്ന് തോന്നിച്ച രണ്ട് ഫോണുകളാണ്. ഒന്ന് Vivo T4ഉം പിന്നെ ഒരെണ്ണം Moto G96ഉം. പക്ഷെ ശരിക്കും ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളത് എന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാം. രണ്ട് സ്മാർട്ട് ഫോൺസിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും പോരായ്മകളും ഉണ്ട്. ഇപ്പോൾ Vivo T4ന്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഇതൊരു ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ്. 10-bit ഡിസ്പ്ലേ, അത്യാവശ്യം നല്ല ഒരു സ്പെസിഫിക്കേഷൻ ഉള്ള ഡിസ്പ്ലേ ആണ്. മറുഭാഗത്ത് Moto G96 നോക്കുവാണെങ്കിൽ ഇതും ഒരു 6.67 ഇഞ്ചിന്റെ ഇതൊരു 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ആൻഡ് ഈ പ്രൈസിൽ ഇതിൽ നിങ്ങൾക്ക് 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു DCI P3 കളർ ഗാമറ്റ് ഉള്ള 10-bit ഡിസ്പ്ലേ ആണ്. ആൻഡ് കളർ ബൂസ്റ്റ് ടെക്നോളജിയും ഉണ്ട്. ഔട്ട്ഡോർസിൽ നിങ്ങൾ രണ്ട് സ്മാർട്ട് ഫോൺസ് നോക്കുവാണെങ്കിൽ രണ്ടിന്റെ വിസിബിലിറ്റിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഡിസ്പ്ലേ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഡയറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ മോട്ടറോളയുടെ POLED ഡിസ്പ്ലേ ആണ്, ഇത് AMOLED ഡിസ്പ്ലേ ആണ്. ബട്ട് നോക്കുമ്പോൾ ലൈറ്റ് റിഫ്ലക്ഷൻ അടിക്കുന്ന സമയത്ത് ഒരു ചെറിയ നീല ടിൻറ്റ് Vivo T4 കാണാനായിട്ട് പറ്റുന്നുണ്ട്. മോട്ടോ കുറച്ചുകൂടി ഡാർക്കർ അല്ലെങ്കിൽ ബ്ലാക്കർ ആണ്. സോ നമ്മൾ വിഷ്വലി കാണുന്ന സമയത്ത് നല്ലൊരു കോൺട്രാസ്റ്റ് മോട്ടോയുടെ ഡിസ്പ്ലേക്കാണ് തോന്നിക്കുന്നത് വിവോനേക്കാളും. അതേപോലെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി T4ൽ കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മോട്ടോയിലാണെങ്കിൽ നിങ്ങൾക്ക് Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷനാണ് ലഭിക്കുന്നത്. ഇതിന് അങ്ങനെയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ആൻഡ് ഓൾസോ കൈയൊക്കെ നനഞ്ഞിരിക്കുന്ന സമയത്ത് Vivo T4 യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. Moto G96 യൂസ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. വെറ്റ് ടച്ച് 2.0 ടെക്നോളജിയും ഉണ്ട്. സോ ബേസിക്കലി രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഡിസ്പ്ലേ വിഷ്വലി കാണാൻ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഒരു ബെറ്റർ ഫീച്ചേഴ്സ് നമുക്ക് Moto G96 കിട്ടുന്നുണ്ട്. വെൽ Vivo T4ന്റെ HDR ബ്രൈറ്റ്നസ് നോക്കുവാണെങ്കിൽ ഇത് 5000 നിറ്റ്സ് ആണ്. സോ HDR വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അത്യാവശ്യം ലോക്കലായിട്ട് ആ ഒരു പീക്ക് ബ്രൈറ്റ്നസ് 5000 വരെ വരും. സ്ക്രീനിൽ വെള്ളമായി കഴിഞ്ഞാലും ടച്ച് യൂസ് ആവും എന്ന് മാത്രമല്ല, ഇപ്പോൾ IP റേറ്റിംഗ് നോക്കുവാണെങ്കിൽ Vivo T4 IP65 ആണ്, Moto G96 IP68 ആണ്. സോ നിങ്ങൾക്ക് Moto G96 വെള്ളത്തിനകത്ത് മുക്കാം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് വിവോയിൽ സാധിക്കില്ല. വെള്ളത്തിനകത്ത് മുക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ആൻഡ് ഫോട്ടോസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് രണ്ടെണ്ണത്തിൻ്റെ ക്യാമറാസ്. സോ ഡിസൈൻ വൈസ് നമ്മൾ പെട്ടെന്ന് ഒറ്റ നോക്കി നോക്കിക്കഴിഞ്ഞാൽ T4ന്റെ ക്യാമറ മുന്നിൽ അത്യാവശ്യം വലിപ്പമുണ്ട്. സോ കുറച്ചുകൂടി ഒരു ബെറ്റർ ക്യാമറ സിസ്റ്റമായിട്ട് തോന്നും. മോട്ടോയിൽ നിങ്ങൾക്ക് രണ്ട് ക്യാമറാസ് മാത്രമേ കാണുന്നുള്ളൂ. ബട്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ Vivo T4ൽ ശരിക്കും നിങ്ങൾക്ക് ആക്ച്വലി യൂസബിൾ ആയിട്ടുള്ള രണ്ട് ക്യാമറാസ് ഉണ്ട്. അതിൽ പ്രൈമറി ആയിട്ടുള്ള 50 മെഗാ പിക്സലിൻ്റെ Sony IMX882 സെൻസറുള്ള ക്യാമറയിൽ മാത്രമാണ് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. രണ്ടാമത്തേത് ഒരു 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ്. സോ അത് ഡെപ്തിന് വേണ്ടി മാത്രമാണ്. മറുഭാഗത്ത് മോട്ടോയിലെ പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലാണ്. ബട്ട് സെൻസർ കുറച്ചുകൂടി പുതിയതാണ്. LYT700C എന്ന് പറഞ്ഞ സോണിയുടെ സെൻസർ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും കൂടി വരുന്നുണ്ട്. സോ വെർസറ്റൈൽ ആയിട്ടുള്ള ക്യാമറ സിസ്റ്റം മോട്ടോയിലുണ്ട്. ബട്ട് ഫോട്ടോ സാമ്പിൾസ് രണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെയാണ് നമുക്ക് ശരിക്കും ആ ഒരു സെൻസറിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നത്. എസ്പെഷ്യലി ആ ഒരു ഡീറ്റെയിലിംഗ് നിങ്ങൾ നോക്കുവാണെങ്കിൽ, ക്ലോസപ്പിൽ നോക്കുവാണെങ്കിൽ HDR ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു ലൈറ്റ്സ് മാനേജ് ചെയ്യുന്നതായിക്കോട്ടെ, ടോട്ടലി വരുന്ന ഔട്ട്പുട്ട് കുറച്ചുകൂടി പഞ്ചിയാണ്. ഓവറോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഫോട്ടോ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് തന്നെ ജഡ്ജ് ചെയ്യാം. ആൻഡ് ഈ രണ്ട് ഫോട്ടോ സാമ്പിൾസും കാണുമ്പോൾ ഡെഫിനറ്റ്ലി 882നേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള സെൻസറാണ് ഈ ഒരു 700C ലിറ്റിയ സെൻസർ എന്നുള്ളതുകൊണ്ട് കുറച്ചൊരു ബെറ്റർ ഔട്ട്പുട്ട് വരുന്നതും അതിൽ തന്നെയാണ്. ആൻഡ് ഈ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഓവറോൾ ഫോട്ടോസ് ഡെഫിനറ്റ്ലി നല്ലപോലെ മോട്ടോയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈവൻ വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് സ്മാർട്ട് ഫോൺസിൽ നിങ്ങൾക്ക് 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും, സ്റ്റേബിൾ ആയിട്ടുള്ള. ആൻഡ് വീഡിയോ ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് വരുന്നുണ്ട്. മോട്ടോയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അൾട്രാ വൈഡ് ക്യാമറയിലും 4K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് വിവോയിൽ ആ ഒരു അൾട്രാ വൈഡ് ക്യാമറ ഇല്ല എന്നുള്ളതുകൊണ്ട് ദാറ്റ് ഓപ്ഷൻ ഇസ് നോട്ട് ദെയർ. ഈവൻ ഫ്രണ്ട് ക്യാമറ സെൽഫീസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ രണ്ടിലും 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. രണ്ടിനെ സെൽഫി സാമ്പിൾസ് കാണിച്ചു തരാം. ഇവിടെയാണെങ്കിലും ഈ ഫോട്ടോസിലെല്ലാം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ വിവോൻ്റെ കളർ ടോൺ, നമ്മുടെ സ്കിന്നിൻ്റെ കളർ ടോൺ കുറച്ച് വ്യത്യാസമുണ്ട്. മോട്ടോ കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള കളർ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈവൻ സ്കിന്നിൽ കാണുന്ന ചെറിയ ചെറിയ ബ്ലെമിഷസ് ഇല്ലേ, അതൊക്കെ നല്ലപോലെ എടുത്ത് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. രണ്ട് ഫോണിന് ഞാൻ ബ്യൂട്ടി മോഡും കാര്യങ്ങളൊക്കെ ഓഫ് ആക്കിയിട്ട് തന്നെയാണ് ഫോട്ടോസ് എടുത്തിരിക്കുന്നതും. ആ ഒരു ടൈമിലാണെങ്കിൽ പോലും വിവോ കുറച്ചൊരു ടച്ചപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. ആൻഡ് യെസ്, വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ പോലും ഈ ഒരു കളറിൻ്റെ ഡിഫറൻസിൻ്റെ കാര്യം അവിടെ നല്ലപോലെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് Vivo T4ൻ്റെ ക്യാമറയിലൂടെയാണ്, മൈക്രോഫോൺസിലൂടെയാണ്. ആൻഡ് ഈ കേൾക്കുന്ന ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് Moto G96ൻ്റെ മൈക്രോഫോൺസിലൂടെയാണ്. സോ ഏതാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം. എന്തായാലും വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് രണ്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഐ തിങ്ക് HDR മാനേജ്മെൻറ്റ് ഇസ് മച്ച് ബെറ്റർ ഇൻ Moto. ആ ബാക്കിലുള്ള ക്ലൗഡ്സൊക്കെ
കണ്ടോ, ടോട്ടലി വാഷ്ഡ് ഔട്ട് ആണ് വിവോയിൽ. മോട്ടോയിൽ ഇറ്റ് ഈസ് ഫൈൻ, സ്റ്റിൽ ഫൈൻ, ബെറ്റർ. സോ മോട്ടോയിൽ കിട്ടുന്ന 3 ക്യാമറയിലും നിങ്ങൾക്ക് 4K 30 FPS വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹൊറൈസൺ ലോക്ക് പോലെയുള്ള ഫീച്ചർ, ഇപ്പോൾ 2 ഫോൺ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചരിക്കുവാണെന്നുണ്ടെങ്കിൽ മോട്ടോയിൽ അവിടെ തന്നെ ലോക്കായി നിൽക്കുന്ന പോലത്തെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഫോട്ടോ വീഡിയോ നമ്മൾ എടുത്തു, ഇതൊക്കെ പ്രിവ്യൂ ചെയ്യാനായിട്ടുള്ള ഗാലറി. പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് ബ്രോ, അതിനകത്ത് ഗാലറി കാണുന്നില്ല. ഫോട്ടോസും വീഡിയോസും കാണാനുള്ളൊരു സ്ഥലമാണ് ഗാലറി എന്ന് പറയുന്നത്. ഇപ്പോൾ വിവോയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇതിന് ഗാലറി എന്നല്ല ആൽബംസ് എന്നാണ് പേര് വരുന്നത്. മോട്ടോ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് എന്നുള്ളതുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് തന്നെയാണ് ഇതിൻ്റെ ഗാലറി. അപ്പോൾ ഇതിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മോട്ടോയിൽ ഗൂഗിളിൻ്റെ എഡിറ്റിംഗ് ഫീച്ചേഴ്സ്, ജെമിനി, അതേപോലെ AI മാജിക് എഡിറ്റർ, ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. വിവോയുടെ കാര്യം നോക്കുവാണെങ്കിൽ വിവോയ്ക്കകത്ത് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള AI ഇറേസർ, അതേപോലെ റിപ്പയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി മോട്ടോയിലെ അൾട്രാ വൈഡ് ക്യാമറ വെച്ച് നിങ്ങൾക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് മാക്രോ ക്യാമറയൊന്നും കിട്ടുന്നില്ല. സോ ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റിലും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലീഡ് ചെയ്യുന്നത് നമ്മുടെ മോട്ടോ G96 തന്നെയാണ്. പക്ഷേ T4 ചെറുതായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, വിച്ച് ഇസ് പെർഫോമൻസ്. സി ഡോണ്ട് ഗെറ്റ് മീ റോങ്, രണ്ടിൻ്റെ സ്മാർട്ട് ഫോൺസിൻ്റെ ചിപ്സെറ്റ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് 7S Gen 2 ആണ്, ഇതിനകത്ത് 7S Gen 3 ആണ്. സോ 7S Gen 2ഉം 7S Gen 3ഉം ഉള്ള മേജർ ആയിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഒന്ന് ഇത് 2.4 GHz ആണ്, ഇത് 2.5 GHz ആണ്. ആൻഡ് GPUവിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ നിങ്ങൾ AnTuTu സ്കോർ റൺ ചെയ്യുന്ന സമയത്ത് നോക്കുവാണെങ്കിൽ മോട്ടോ ഏകദേശം 6 lakhsന് മുകളിൽ AnTuTu സ്കോർ വരുന്നുണ്ട്. വിവോ T4 ഏകദേശം 7 lakhsന് മുകളിൽ AnTuTu സ്കോർ തരുന്നുണ്ട്. ആൻഡ് ആ ഒരു എക്സ്ട്രാ AnTuTu സ്കോർ വരാനുള്ള പ്രധാന കാരണം GPU പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വിവോ T4ലാണ്. സോ കുറച്ചുകൂടെ ഹയർ ക്ലോക്ക് സ്പീഡും ബെറ്റർ ആയിട്ടുള്ള GPU ഉള്ളതുകൊണ്ട് ഗെയിമിംഗ് നിങ്ങൾ 2 സ്മാർട്ട് ഫോണും ചെയ്യുവാണെങ്കിൽ രണ്ടിലും നന്നായിട്ട് പെർഫോം ചെയ്യും. ചെറിയൊരു എഡ്ജ് നിങ്ങൾക്ക് വിവോ T4ൽ ലഭിക്കും. എന്നാൽ രണ്ടെണ്ണത്തിൻ്റെ സ്റ്റോറേജ് സ്കോർസ് നമ്മൾ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൈസേഷൻ കാരണമാണ് എന്ന് തോന്നുന്നു മോട്ടോൻ്റെ സ്കോർസ് വിവോനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് വരുന്നത്. ഇനി ഡിസൈൻ വൈസ്, ഡിസൈൻ ഈസ് സബ്ജക്റ്റീവ്. നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്തായാലും മോട്ടോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം വീഗൻ ലെതർ ഫിനിഷിലാണ് വരുന്നത്. വിവോ കുറച്ചുകൂടി ആ ഒരു പോളി കാർബണേറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വരുന്നത്. ആൻഡ് കമ്പാരിറ്റീവ്ലി വിവോ കുറച്ചുകൂടി എനിക്ക് ഹെവിയർ ആയിട്ടാണ് തോന്നുന്നത്. ഹെവിയർ ആയിട്ട് തോന്നാൻ ഒരു റീസൺ ഉണ്ട്, ഇത് കുറച്ചുകൂടി ലൈറ്റർ വെയിറ്റ് ആണ്. ആൻഡ് ഈ ഒരു ഫോം ഫാക്ടർ കാരണം തന്നെ സ്ലിം ആയിട്ട് കൈ പിടിക്കാൻ എർഗണോമിക്കലായിട്ടുള്ളത് മോട്ടോ ആണ്. ഫ്ലാഷ് കത്തി ചോപ്പ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വിവോയിൽ HDR ബ്രൈറ്റ്നസ് 5000 Hz ഉണ്ട്. സോ HDR കോണ്ടന്റ് കാണാൻ കുറച്ചുകൂടി നല്ല ഡിസ്പ്ലേ ആയിരിക്കുന്നത്. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ വിവോയ്ക്കകത്ത് നിങ്ങൾക്ക് വരുന്നത് ഒരു മോണോ സ്പീക്കറാണ്, താഴത്തെ ഒരു ഡൗൺ ഫെയറിംഗ് സ്പീക്കർ മാത്രമാണ്. സോ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും സ്റ്റീരിയോ സ്പീക്കർ ഈസ് ബെറ്റർ. മോട്ടോ G96 നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്, ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡോൾബി അറ്റ്മോസും ഉണ്ട്, വിച്ച് മീൻസ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് മോട്ടോ G96ലാണ്. എന്നാൽ വിവോ T4ൻ്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഒരു എന്താ പറയുക, മാസീവ് ആയിട്ടുള്ള ബാറ്ററിയാണ്. 7300 mAh ഒരു ബാറ്ററിയാണ്. അതുകൊണ്ടാണ് ഈ ഫോണിന് ഇത്ര വെയിറ്റും. 7300 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മോശമല്ല. ഇതിനകത്ത് 5500 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ടർബോ പവർ ചാർജിങ് ആണ് വരുന്നത്. സോ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റി വൈസും കുറച്ച് കൂടുതൽ നേരം നിൽക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ വിവോ T4 ആണ് മോട്ടോ G96 കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ ഈ ആക്ച്വൽ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം വരുമ്പോൾ UI എത്രത്തോളം ലൈറ്റ് വെയിറ്റ് ആവുന്നു അത്രത്തോളം ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. രണ്ടെണ്ണത്തിൻ്റെ UI നോക്കുവാണെങ്കിൽ വിവോയിൽ നിങ്ങൾക്ക് ഫൺ ടച്ച് OS ആണ് വരുന്നത്, മോട്ടോയിൽ നിങ്ങൾക്ക് ഹലോ UI ആണ് വരുന്നത്. ആൻഡ് മോട്ടോയിൽ ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് യാതൊരു ആഡ്സ്, ബ്ലോട്ട് വെയർസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഫുള്ളി ക്ലീൻ ആണ്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾഡ് പോലും ഭയങ്കര കുറവാണ്. എന്നാൽ വിവോയിൽ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ റെക്കമെൻഡേഷൻസ് ഉണ്ട്, ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, ആപ്പ് സ്റ്റോർ, ആൻഡ് അനാവശ്യമായിട്ടുള്ള ബ്ലോട്ട് വെയർസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. സോ കുറച്ചുകൂടി ഒരു ഹെവിയർ UI ആണ് കമ്പയർ ടു ദിസ്. സോ മോട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്റ്റോക്ക് UI എക്സ്പീരിയൻസ് തരുന്നുണ്ട്. 1 ഇയറിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 3 ഇയറിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കൂടി പ്രോമിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മോട്ടോയുടേതായിട്ടുള്ള കുറച്ച് ചില്ലറ ഫീച്ചേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സ്മാർട്ട് കണക്ട് പോലെയുള്ള ഫീച്ചേഴ്സ്, മോട്ടോൻ്റെ തിങ്ക് ഷീൽഡ് സെക്യൂരിറ്റി, പിന്നെ ഫാമിലി സ്പേസസ്, ലാപ്ടോപ്പും ഫോണുമായിട്ട് അങ്ങോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടികൾ, അത്തരത്തിലുള്ള കുറച്ച് സൂത്ര പരിപാടികളൊക്കെ ഈ ഒരു UIക്കകത്ത് കിട്ടുന്നുണ്ട്. ആൻഡ് 2 5G സ്മാർട്ട് ഫോൺസ് ആണ്. നമ്പർ ഓഫ് 5G ബാൻഡ്സ് നോക്കുകയാണെങ്കിൽ വിവോയിൽ നിങ്ങൾക്ക് 10 5G ബാൻഡ് ഉണ്ട്, മോട്ടോയിൽ നിങ്ങൾക്ക് 13 5G ബാൻഡുകൾ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫിസിക്കൽ ഓറിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിനും താഴെയായിട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാൻ വരുന്നുണ്ട്. രണ്ടും അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ്. മോട്ടോയിൽ നിങ്ങൾക്ക് സൈഡിൽ വോളിയം കീ, പവർ കീ കൂടാതെ അവിടെ ഒരു എക്സ്ട്രാ മൈക്ക് കാണുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് മുകളിലും താഴെയും മാത്രമാണ് 2 മൈക്സ് കാണുന്നത്. സോ മോട്ടോയിൽ നിങ്ങൾക്ക് മുകളിലും താഴെയും സൈഡിലും കൂടി എക്സ്ട്രാ നോയ്സ് ക്യാൻസലേഷന് വേണ്ടി മൈക്കും കൂടി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ 2 ഫോൺസും തമ്മിലുള്ള ഫൈനൽ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്
അത് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസാണ്. 8GB RAM ആൻഡ് 120GB സ്റ്റോറേജ് വേരിയൻറ്റിന് മോട്ടോയ്ക്ക് വരുന്നത് 17,999 ആണ്, വിവോയ്ക്ക് വരുന്നത് 21,999 ആണ്. വിച്ച് മീൻസ് ഏകദേശം 4,000 രൂപ കൂടുതലാണ്. ഓഫറും കാര്യങ്ങളൊക്കെ വെച്ച് വേണമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു ബിലോ 20K ഫോൺ ആക്കി മാറ്റാനായിട്ട് പറ്റുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് വിവോയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കിട്ടുന്നുണ്ട്, സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്രോസസർ കിട്ടുന്നുണ്ട് എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് വിവോയിൽ ഇതിൽ കാണുന്ന പോലത്തെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് മിസ്സിംഗ് ആണ്, 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ മിസ്സിംഗ് ആണ്, DCI P3 കളർ ക്യാബിൻ്റെ കാലിബ്രേഷൻ 4 പാൻടോൺ കളേഴ്സിൽ വരുന്നുണ്ട്, ഡോൾബി അറ്റ്മോസ് മിസ്സിംഗ് ആണ്, അൾട്രാ വൈഡ് ക്യാമറ മിസ്സിംഗ് ആണ്, ആൻഡ് കുറച്ചുകൂടി പഴയ സെൻസറാണ്, സോണി LYT സെൻസർ മിസ്സിംഗ് ആണ്. എല്ലാ ക്യാമറകളിലും 4K 30fps വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള UI കിട്ടുന്നുണ്ട്, ബ്ലോട്ട് വേസ് ഒന്നും തന്നെ ഇല്ല. സോ ഓവറോൾ ഫോർ ദ മണി നല്ലൊരു വാല്യൂ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൈസ് പോയിന്റിൽ ബിലോ 20Kയിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫോൺ മോട്ടോ G96 ആയിരിക്കും. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അത്രയുള്ള വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.